ഫിലിം ഗാരേജിന്റെ തഗ് ലൈഫ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് ആ സിനിമയുടെ 3-ാം ദിവസത്തിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ 3-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരളത്തിൽ ഇന്ന് പെരുന്നാളായിട്ട് കൂടി സിനിമയ്ക്ക് കളക്ഷൻ വർധന വന്നിട്ടില്ല. പക്ഷേ വെള്ളിയാഴ്ചത്തേക്കാൾ സമാന കേരള ട്രാക്കിംഗ് ഗ്രോസ് ആണ് ഇന്ന് സിനിമയ്ക്ക് കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇന്നലെയും ഇതേ സമയം 19 ലക്ഷത്തിന് മുകളിലായിരുന്നു. ഇന്നും 19 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 30 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 1,95 ലക്ഷത്തിലേക്ക് കേരള ഗ്രോസിലേക്ക് എത്തപ്പെടാനും കഴിയുന്നതാണ്. ആദ്യ ദിവസം 1,30 ലക്ഷം കേരളത്തിൽ കളക്ഷൻ നേരിടുത്ത് തുടങ്ങിയ സിനിമ പിന്നെയുള്ള 2 ദിവസങ്ങളിലും കളക്ഷൻ നല്ല രീതിയിൽ താഴേക്ക് പൊരിക്കുകയാണ്. തമിഴ്നാട് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 20 കോടിക്കടുത്ത് ഗ്രോസ് കളക്ഷൻ വന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 25 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ കടക്കാൻ കഴിയുന്നതാണ്. മോശം തുടക്കം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പല തമിഴ് സിനിമകളുടെ ആദ്യ ദിവസത്തെ കളക്ഷനാണ് തഗ് ലൈഫ് 3 ദിവസങ്ങൾ കൊണ്ടും തമിഴ്നാട്ടിൽ നേടിയെടുക്കാനാവാത്തത്. അതും കമലഹാസനോടൊപ്പം തന്നെ STR സിനിമയിലുണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 60 കോടിയാണ്. ആദ്യ ദിവസം 40 കോടിയും 2-ാം ദിവസം 12 കോടി വേൾഡ് വൈഡ് ഗ്രോസും വന്ന സിനിമയ്ക്ക് ഇന്ന് 2-ാം ദിവസത്തേതിന് സമാനമായ കളക്ഷൻ, അതായത് 12 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് 52 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 65 കോടിയോളം വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് 3 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെടുന്നതാണ്. അപ്പോൾ ഡിസാസ്റ്റർ തുടക്കം നേടിയെടുത്ത് തഗ് ലൈഫ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി നാളെ ഞായറാഴ്ചത്തെ ഉൾപ്പെടെയുള്ള ആദ്യ വീക്കെൻഡ് തഗ് ലൈഫ് കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ. കൂടുതൽ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ.